കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരി വരിയുന്നുണ്ട്. അത് വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ തന്നെ പ്രകടമാവുന്നു. മുനമ്പത്ത് ആണെങ്കിലും ശരി, കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇന്ന് തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ബിഷപ്പുമാർ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. താമരശ്ശേരി രൂപതയും തലശ്ശേരി രൂപതയും വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടു. അവകാശ പ്രഖ്യാപന റാലി കണ്ടു. അവരൊരു രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് പോലും കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം ആലോചിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. BJP ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഓർഗനൈസറിൽ ക്രിസ്ത്യൻ ഭൂമിയെക്കുറിച്ചുള്ള വിവാദ ലേഖനം വരുന്നു. ജബൽപൂരിൽ വൈദികനെ തല്ലിക്കൊല്ലുന്നു, ആക്രമിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ അടുക്കാൻ BJP കാണിക്കുന്ന താല്പര്യവും BJPയുടെ അടുക്കാൻ ക്രൈസ്തവ സഭകളിൽ ഒരു ഭാഗം കാണിക്കുന്ന താല്പര്യവും അതെങ്ങനെയായിരിക്കും ശ്രീ MA ബേബി അങ്ങ് നേരിടാൻ പോകുന്നത്? അല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പല സങ്കീർണതകളുമുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, മുസ്ലിം ന്യൂനപക്ഷത്തോടും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിവിധ ഡിനോമിനേഷൻസ് അവാന്തര വിഭാഗങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് മാധവ സദാശിവ ഗോൾവൾക്കറുടെ വിചാരധാര എന്ന പുസ്തകത്തിലെ 3 ആഭ്യന്തര ശത്രുക്കൾ എന്ന ഭാഗം വായിക്കണം. അവർ വായിച്ചിട്ടുണ്ടാവും. ഇയാളാരാ ഞങ്ങളോട് ഈ പുസ്തകമൊക്കെ വായിക്കാൻ പറയാനെന്ന് ദയവായി ബഹുമാനപ്പെട്ട സഭാപിതാക്കന്മാരും മുസ്ലിം മതപണ്ഡിതന്മാരും ഒന്നും എന്നോട് പരിഭവിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ ഗോൾവൾക്കർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യയിലെ 3 ആഭ്യന്തര ശത്രുക്കൾ, RSSൻ്റെ 3 ആഭ്യന്തര ശത്രുക്കൾ, 1 മുസ്ലിങ്ങൾ, 1 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഇതിൽ എനിക്ക് ആകെയുള്ളൊരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ RSSൻ്റെ 3ാമത്തെ ആഭ്യന്തര ശത്രുവായിട്ട് തരം താഴ്ത്തിയതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങളെ 1ാമതായി പരിഗണിക്കണമായിരുന്നു. പക്ഷേ ന്യൂനപക്ഷ സഭാ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, പരസ്യമായി ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്തു സഭയെ, ഇസ്ലാമിനെ. പ്രഖ്യാപിക്കുക മാത്രമല്ല, വകവരുത്തുകയാണ്. സ്റ്റാൻ സ്വാമിയെ കൊലപ്പെടുത്തിയില്ലേ ജയിലിലിട്ട്? ഗ്രഹാൻ സ്റ്റെയിൻസിനെ ചുട്ടുകരിച്ച് കൊന്നില്ലേ? 700 ആക്രമണങ്ങളല്ലേ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായിട്ട് നടത്തിയത്? ഇവരോടെല്ലാം പൊതുവിൽ വളരെ വിനയത്തോടു കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, മരിച്ചുപോയ സഖാവ് സീതാറാം യെച്ചൂരി ചില സമയത്ത് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. നമ്മളെല്ലാം ഉദ്ധരിക്കാറുള്ളതാണ്. പക്ഷേ യെച്ചൂരിയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രശസ്തി കൊടുത്തത്. പാസ്റ്റർ നീ മോളർ, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാൻ അനങ്ങിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ എന്ന് തുടങ്ങുന്ന ഒരു കവിത പോലെ സ്പന്ദിക്കുന്ന ഹൃദയവുമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന സ്വന്തം അനുഭവം. അവസാനം അവരെന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ, പ്രതിഷേധിക്കാൻ ആരും ഉണ്ടായില്ല എന്ന പാസ്റ്റർ നീമൂളറുടെ ആ വരികൾ, അത് എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളിലും പെട്ടവർ മാത്രമല്ല, മതനിരപേക്ഷ നിലപാടെടുക്കുന്ന എല്ലാവരും ഓർക്കണം. നമ്മൾ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു വലിയ വിപത്താണ് ഈ വിഷദ്രംഷ്ട്രകൾ പുറത്തു കാണിച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന നവഫാസിസം. ഈ മാർട്ടിൻ ഡി മോളറിൻ്റെ കവിത ഉദ്ധരിച്ചപ്പോഴാണ്, മാർട്ടിൻ ഡി മോളറും ഒരു പ്രൊട്ടസ്റ്റന്റ് പിതാവായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. അന്ന് നാസി വിരുദ്ധ കുറിപ്പാണല്ലോ വലിയ ചർച്ചയായത്. ഈ കേരളത്തിൽ ഒരു വലിയ ആവേശം, അമിതമായൊരു ആവേശം ചില ക്രിസ്ത്യൻ സംഘടനകളുടെ പിതാക്കന്മാരിൽ നിന്നുണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം അവർ സർക്കുലർ ഇറക്കുകയാണ്, വഖഫുമായി ബന്ധപ്പെട്ട ഭേദഗതി നിയമം അത് വേണം എന്നാവശ്യപ്പെടുന്നു. വഖഫ് ബില്ലിന് അനുകൂലമായി രാഷ്ട്രീയ നേതൃത്വം നിലപാടെടുക്കണമെന്ന നിലപാട് ഈ ചില ക്രിസ്ത്യൻ ബിഷപ്പുമാരെടുത്തത് അതൊരു അത്യാവേശമാണ്, അല്ലെങ്കിൽ അവർ അമിതാവേശമായിരുന്നു എന്ന് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? അതിനെ എങ്ങനെയാണ് താങ്കൾ കണക്കാക്കുന്നത്? അതിനെ ഏതെങ്കിലും വിശേഷണ പദങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അരുണിന് അക്കാര്യത്തിലുള്ള അവകാശം ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. അവർ കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതാണ് കുറച്ചുകൂടി സുരക്ഷിതമായൊരു വാചകമായി രാഷ്ട്രീയ വാചകമായി ഞാനത് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അത് അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ചു തള്ളണം എന്നതാണ് സമസ്തയുടെ അഭിപ്രായം. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടായില്ലല്ലോ, അതങ്ങ് അവഗണിക്കുന്നതാണ് നല്ലത് എന്നാണ്. മലപ്പുറം ഒരു പ്രത്യേക സമുദായക്കാരുടെ സംസ്ഥാനമാണെന്നും അവിടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അവിടെ ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ്.
വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തുടർച്ചയായിട്ടുള്ള ഈ വാചകങ്ങൾ യഥാർത്ഥത്തിൽ വല്ലാതെ നമ്മുടെ സാമൂഹിക മനസ്സിനെ, മതേതര മനസ്സിനെ മലീമസമാക്കുന്നില്ലേ CMA ബേബി? ഞാൻ ഈ പ്രസ്താവന നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ തിരക്കിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചിലർ പറഞ്ഞു. ഇപ്പം അതിൻ്റെ ഒരു രത്ന ചുരുക്കം താങ്കൾ തന്നെ പറഞ്ഞു. താങ്കൾ പറഞ്ഞതാണ് അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സംസാരിക്കേണ്ട ഒരു ചുമതലയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം താൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ആലോചിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.